ജേക്കബ് തോമസ് എന്ന മുൻ IPSകാരൻ അദ്ദേഹം വീണ്ടും കാക്കിക്കുള്ളിൽ കയറി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് കാക്കിയിൽ നിന്നും കാക്കിയിലേക്ക്. മുഴുകാക്കിയായിരുന്നു നേരത്തെ, ഇപ്പോൾ പക്ഷേ അരക്കാക്കിയാണ്. RSSൽ കയറി എന്ന വാർത്ത വന്നപ്പോൾ ആ RSSകാർ ഇത്രയും ശുദ്ധന്മാരാണോ എന്ന് തോന്നിപ്പോയി. ഇനി അതല്ല, ഇങ്ങനെയുള്ളവരെ കൂടെ കൂട്ടുന്ന സംഘമാണോ എന്നും സംശയിച്ചു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഇയാളുടെ രഹസ്യ അജണ്ട എന്താണെന്ന് അറിയാതെ കൂടെ കൂട്ടിയതിൽ സംശയമുണ്ട്. അതിനെപ്പറ്റി തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാരദൻ സാമുവൽ മാത്യുവിൻ്റെ ഒരു വീഡിയോ കണ്ടത്. അതിലെ പല കാര്യങ്ങളും ശരിയാണ്. ഇയാളുടെ ഭാര്യയുടെ പേരിൽ കർണാടകയിൽ വാങ്ങിയ 156 ഏക്കർ ഭൂമിയുടെ കഥ അത് വിവരിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമല്ല. ഏതാണ്ട് 7 ലക്ഷം രൂപയ്ക്കാണ് ഈ ഭൂമി വാങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അതിലെ തടി ഇപ്പോൾ തന്നെ കോടാനുകോടിക്ക് വെട്ടിവിറ്റതായും അതിന് കേസുള്ളതായും കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം പ്ലാന്റേഷൻ കോർപ്പറേഷൻ MD ആയിരുന്ന കാലത്ത് നടത്തിയ ഏതോ ഒരു ഇടപാടിൻ്റെ ബാക്കി പത്രമാണതെന്ന് അസൂയക്കാർ പറയുന്നു. ഏതായാലും ആ സ്ഥലം മുഴുവൻ പ്രഖ്യാപിത ഫോറസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഡ്രഡ്ജർ വാങ്ങിയതിലെ അഴിമതി. യഥാർത്ഥത്തിൽ ഡ്രഡ്ജർ വാങ്ങിയതിൽ മാത്രമല്ല അഴിമതി നടന്നിട്ടുള്ളത്. അന്ന് സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ പ്രത്യേക അന്വേഷണ വിഭാഗം അക്കമിട്ട് 10 അഴിമതി കഥകളാണ് ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയ DVSP B കൃഷ്ണകുമാർ ധനകാര്യ വിജിലൻസ് വകുപ്പിൻ്റെ കണ്ടെത്തലുകൾ ശരിയാണെന്നും അന്വേഷിക്കണമെന്നും ശുപാർശ ചെയ്തു. അങ്ങനെ അന്വേഷണം നടക്കുമ്പോഴാണ് ഇയാൾ രമേശ് ചെന്നിത്തലയെ കൂട്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് വിജിലൻസിലെ വടക്കൻ മേഖലകളുടെ ചുമതലയുള്ള ADGP ആയി ചുമതലയേറ്റത്. ഒരാൾ വിജിലൻസ് അന്വേഷണം നേരിടുമ്പോൾ തന്നെ അതിൻ്റെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നത് അപൂർവമായ കാര്യമാണ്. ഇതിനിടെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യമുണ്ട്. ധനകാര്യ വകുപ്പ് കണ്ടുപിടിച്ച അഴിമതി വിജിലൻസിന് അന്വേഷിക്കാനായി ഉത്തരവിട്ടത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിയായിരുന്നു. വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഈ IPS ഉദ്യോഗസ്ഥൻ KM മാണിയെ അടിച്ചു വീഴ്ത്തുന്നതിൻ്റെ പണിപ്പുരയിലേക്ക് കയറി. അതാണ് ബാർക്കോഴ കേസിൻ്റെ ഉത്ഭവം. അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസിൻ്റെ അതാത് ദിവസത്തെ വിവരങ്ങൾ പത്രക്കാർക്ക് ചോർത്തി നൽകി KM മാണിയെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചത് ഇയാൾ മാണിയോടുള്ള വിരോധം തീർത്തതാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഇയാളെ ഒരിക്കലും പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വിശുദ്ധനായി കരുതിയിരുന്നില്ല. എന്നാൽ VS അച്യുതാനന്ദൻ ഇയാളെ വിജിലൻസിൽ നിയമിക്കണമെന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് ഇയാളെ വിജിലൻസ് ഡയറക്ടറായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിയമിച്ചത്. അതിനിടയിലാണ് KM മാണി സ്വകാര്യ ഏജൻസിയെ കൊണ്ട് ബാർക്കോഴ കേസിൻ്റെ നാൾവഴികൾ അന്വേഷിപ്പിച്ചത്. അന്വേഷണം ഏറ്റെടുത്ത സ്വകാര്യ ഏജൻസി അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇയാൾക്ക് അതിലുള്ള അതിരുകടന്ന ഇടപെടലിനെ കുറിച്ചാണ്. ഇയാളുടെ ഈ അഴിമതികൾ കണ്ടുപിടിച്ചതും KM മാണിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണെന്ന ധാരണയിൽ KM മാണിയെയും മുഴുവൻ കുടുംബാംഗങ്ങളെയും ജയിലിലടയ്ക്കാനുള്ള നീക്കവും ഇയാൾ നടത്തി. ഒന്നാലോചിച്ച് നോക്ക്, എന്തൊരു വിരോധാഭാസമാണ്. അങ്ങനെ 8 വിജിലൻസ് വാഹനങ്ങൾ, വനിതാ പോലീസ് അടക്കം KM മാണിയുടെ വീടിനടുത്തും പെൺമക്കളുടെ വീടിനടുത്തുമായി തമ്പടിച്ചു. അതിനിടയിൽ KM മാണി തൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങ് പുറത്തുവിട്ടു. ഇത് മാധ്യമങ്ങളിൽ കേട്ട ജേക്കബ് തോമസ് അമ്പരന്ന് നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് KM മാണിയുടെ മേലിൽ വന്ന അറസ്റ്റിന് താൽക്കാലിക വിരാമം ഉണ്ടായത്. അന്വേഷണ കമ്മീഷൻ നടത്തിയ റിപ്പോർട്ട് വ്യക്തമായ വിവരാവകാശ രേഖകൾ സഹിതമായിരുന്നു പുറത്തു വന്നത്. അത് നിഷേധിക്കുവാൻ ജേക്കബ് തോമസിനായില്ല. കാരണം പഴുതുകൾ അടച്ച റിപ്പോർട്ടായിരുന്നു. പകരം സ്രാവുകളോടൊപ്പം നീന്തുന്നു എന്ന പേരിൽ ഒരു പുസ്തകം ഇയാൾ അങ്ങ് പുറത്തിറക്കി. അതോടെ ഇയാൾ വീണത് ഇയാൾ തന്നെ കുഴിച്ച കുഴിയിലാണ്. ഇയാൾക്ക് തമിഴ്നാട്ടിലുണ്ടായിരുന്ന 100 ഏക്കർ ഭൂമിയുടെ വിവരങ്ങൾ മറച്ചുവെച്ചു. എന്ന് വെച്ചാൽ സർക്കാരിലേക്ക് നൽകുന്ന വാർഷിക സ്റ്റേറ്റ്മെൻറ്റിൽ അത് കാണിച്ചിരുന്നില്ല. ഇനി അത് പൊക്കിക്കൊണ്ടുവന്ന് പുലിവാലാകണ്ടെന്ന് കരുതി ഒരു മുൻകൂർ ജാമ്യം പോലെ അയാൾ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു, അത് എൻ്റെ ഭൂമിയല്ല, എൻ്റെ പേരിൽ ഒരാൾ എഴുതിയിട്ടത് മാത്രമാണ്. എന്നാൽ ജേക്കബ് തോമസ് ഇയാളുടെ താമസ സ്ഥലമായി പറഞ്ഞിരുന്നത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലെ GCDA കോംപ്ലക്സിലുള്ള ഒരു കടമുറിയുടെ അഡ്രസ്സായിരുന്നു. അതിനെപ്പറ്റി പരാതി പോയതും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ ആ ഭൂമി ഏറ്റെടുത്തതും കേസ് നടക്കുന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇയാളുടെ പിന്നാലെ വിടാതെ പിന്തുടർന്ന് അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നത് കണ്ണൂർ DCC സെക്രട്ടറി ആയിരുന്ന സത്യൻ നരൂരാണ്. സത്യൻ നരൂർ നടത്തുന്ന സൊസൈറ്റിയിൽ അഴിമതി
നടന്നു വന്ന് ആരെയെ കൊണ്ടോ വ്യാജ കത്തയപ്പിച്ച് അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം സംഘടിപ്പിച്ചു. യഥാർത്ഥ രേഖകൾ മറച്ചുവെച്ച് കോടതിയിൽ കൊടുത്ത് അയാളെ ജയിലിലാക്കി. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ സത്യൻ നരവൂർ തുടർന്ന് കോടതി മുഖേന നടത്തിയ പോരാട്ടത്തിൽ, ആ നിയമ പോരാട്ടത്തിലാണ് ഈ രേഖകൾ കണ്ടെടുക്കുകയും കോടതി ഇയാളുടെ പേരിലുള്ള കേസുകൾ ശരിയല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇപ്പോൾ ജേക്കബ് തോമസിന്റെ പേരിലും കൂട്ടുപ്രതികളായ 4 DYSPമാരുടെ പേരിലും ജിയോളജിയിലെ പേപ്പറുകൾ ജേക്കബ് തോമസിന് വേണ്ടി മാറ്റിവെച്ച ജിയോളജിസ്റ്റിന്റെ പേരിലും സത്യൻ നരവൂർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇയാളുടെ പ്രധാന പരിപാടി തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചൂടിച്ചോറ് വാരിക്കുകയാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ രക്ഷിക്കാൻ ഞാനുണ്ട്, എനിക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടോളൂ എന്നാണ് കീഴുദ്യോഗസ്ഥർക്ക് നൽകുന്ന ഉപദേശം. ഇയാൾ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് ചില സിൽബന്ദികളെ കൊണ്ട് വിരോധമുള്ള മുഴുവൻ പേരുടെയും പേരിൽ വ്യാജ കത്തുകൾ അയക്കുകയും അതെല്ലാം പ്രത്യേകം അന്വേഷണം നടത്തി നടപടികൾ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കിട്ടിയ ചാൻസിൽ അതിൻ്റെ കൂടെ സിൽബന്ദികൾ അവർക്ക് വിരോധമുള്ളവരുടെ പേരിലും കേസ് കൊടുക്കുകയും ചെയ്തു. അതും ഇയാൾ സഹായിച്ചു കൊടുക്കുമായിരുന്നു. ഒരുതരം ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ഒടുവിൽ റെഡ്ജർ കേസ് ഹൈക്കോടതി സ്ക്വാഷ് ചെയ്തു. പക്ഷേ സുപ്രീം കോടതി അതിൽ കഴമ്പുണ്ടെന്ന് കണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഹൈക്കോടതി തള്ളിയ കേസ് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും സർക്കാരിന് വ്യക്തമായ വിവരങ്ങൾ കോടതിയെ ബോധിപ്പിക്കേണ്ടി വന്നതും സത്യൻ നരവൂരിന്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ്. ഏതായാലും കോടതിയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമാണ് സുപ്രീം കോടതി ഒരു കേസ് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നത്. പണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞ് ശമ്പളത്തോടു കൂടി ലീവ് എടുത്ത് കൊല്ലത്തൊരു കോളേജിൽ പഠിപ്പിക്കാൻ പോയ വിദ്വാനാണ് ഇദ്ദേഹം. പിന്നീട് അതൊരു വിഷയമായി മാറിയപ്പോൾ കോളേജിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചടച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തിരിച്ചടച്ച രേഖ ഒരിടത്തും കാണിക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ വിജിലൻസിന്റെ തലപ്പത്തിരുന്നത് കൊണ്ട് ആ കേസും അങ്ങനെ ആവിയായി. ഇത്തരം കേസുകൾ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് തടിയൂരി പോകേണ്ടത് ജേക്കബ് തോമസിന്റെ മാത്രം ആവശ്യമാണ്. കാലാകാലങ്ങളിൽ ചെയ്യുന്നത് പോലെ അതിനെ സഹായിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇയാൾ ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി അത് അറ്റം വരെയും ഇയാൾ പോകും. BJPയിൽ നിന്ന് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വാങ്ങുവാനാണോ എന്നറിയില്ല. പക്ഷേ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വാങ്ങി നിന്നാൽ മാത്രമേ അന്വേഷണത്തിന്റെ ചൂണ്ടുപലക ഇയാളുടെ നേരെ നീളുമ്പോൾ പറഞ്ഞു നിൽക്കാനും സാധിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള കൊടിമൂത്ത അഴിമതിക്കാരെ കൂടെ കൂട്ടുന്നവർ ആരായാലും ഒന്നോർക്കണം, അവരുടെ പ്രസ്ഥാനത്തിന്റെ പ്രതിച്ഛായയാണ് അതിനെയാണ് മങ്ങലേൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകണം.